ഒരു ഒന്നൊന്നര കിണ്ണം കാച്ചിയ മസാല ഷവായ. നമ്മുടെ നാട്ടിൽ ഇന്നും കത്തി ജ്വലിച്ച് നിൽക്കുന്ന മസാല ഷവായ്ക്ക് മാത്രം പേര് കേട്ട നമ്മുടെ സ്വന്തം ടിയാൻടിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഷവായുടെ ഒരുപാട് മെഷീനൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. അതും ഇതിനകത്ത് എല്ലാം ചിക്കന് നിറഞ്ഞു നിൽക്കുക കേട്ടോ. ടിയാൻടിയുടെ കൊണ്ടോട്ടിയിലുള്ള ബ്രാഞ്ചിലാണ് ഞങ്ങൾ കയറിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കൂടെ അതിഥികളായിട്ട് നീനും ജൂമി എമി ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ എമിക്കുട്ടി ഷവായ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ്. ഇവിടുത്തെ ഡൈനിങ് ഒക്കെ അടിപൊളിയായിരുന്നു. ടിയാൻടിയിൽ മാത്രം കണ്ടിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ, വലിയ സംഭവം എന്നല്ല, വെള്ളത്തിനകത്ത് ഒരു പൊതിനയില ഇട്ടിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അത് കുടിക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. ആ വെള്ളത്തിനകത്ത് പൊതിനയുടെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. എമിക്കുട്ടിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫൈനലി നമ്മുടെ മുന്നിൽ ടിയാൻടിയുടെ സ്പെഷ്യൽ മസാല ഷവായ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന മാംഗോ പിക്കിളാണ് നമ്മുടെ ടിയാൻടിയുടെ സിഗ്നേച്ചർ കേട്ടോ. ആദ്യമായിട്ടാണ് ടിയാൻടിയുടെ മസാല ഷവായ ഞാൻ കഴിക്കുന്നത്. ചിക്കന്റെ ആ ലെഗ് പീസും സ്കിന്നോട് കൂടി കീറിയിട്ടെടുത്തിട്ട് ഒരു കുബൂസിന്റെ പീസും വെച്ചിട്ട് ആ മയോണിസിലും ചട്നിയിലും ആ മാംഗോ പിക്കിളും കൂട്ടിയിട്ട് ഇങ്ങനെ അടിക്കണം. എന്റെ മോനെ ഒരു രക്ഷയില്ല, അടിപൊളി കിണ്ണം കച്ച് കിറുമാണിട്ടുന്നുണ്ട്. എന്റെ മോനെ മസ്റ്റ് ട്രൈ ആണ്. എന്തുകൊണ്ട് ടിയാൻടിയിലെ മസാല ഷവായ കഴിക്കാൻ നേരം വൈകിയെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. സംഭവം ഒരു രക്ഷയില്ല, മ്യാര് കയറ്റം തന്നെ ഉണ്ടോ. ഷവായിൽ ഇനി മസാല ഇഷ്ടപ്പെടാത്തവർക്ക് അത് ചോദിച്ച് വാങ്ങന്നെ വേണം, അല്ലെങ്കിൽ അവർ സാധനം ഒഴിച്ചിട്ടാണ് കൊണ്ടുവരട്ടോ. പൊതുവേ മസാല ഷവായിനോട് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ, പക്ഷെ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയിട്ട് ഞങ്ങൾ ട്രൈ ആക്കിയ സാധനമാണ് അവിടുത്തെ ഷവർമ. 1-2 ഐറ്റം ഷവർമ ഒക്കെ ഉണ്ട്. ക്ലാസിക് ഷവർമയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. റുമാലി റൊട്ടിയിലായിരുന്നു സാധനം വന്നത് കേട്ടോ. എന്താണ് ടിയാൻടിയിലെ ഷവായിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള ടിയാൻടിയിലുള്ള മസാല ഷവായ ഒന്ന് കഴിച്ചു നോക്കി.